നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്തിലേക്ക് സ്വാഗതം. കേരളത്തിൽ സകലമാന കാര്യങ്ങൾക്കും ഇന്ന് പ്രധാന ആശ്രയമായിട്ട് മാറുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളാണ്. ജോലിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യസംസ്ഥാന തൊഴിലാളിയെ വിളിച്ചോളൂ എന്ന് തന്നെയാണ് സാധാരണഗതിയിൽ ഏതൊരു മലയാളിയും ആദ്യം പറയുന്നത്, താല്പര്യം കാണിക്കുന്നത്. എന്നാൽ ഊരും പേരും അറിയാത്ത ഇത്തരത്തിൽ കേരളത്തിൽ വന്നടിയുന്ന തൊഴിലാളികൾ, അവരിൽ പലരും വലിയ ക്രിമിനലുകളാണ് എന്നുള്ളതാണ് വാസ്തവം. ലഹരി വസ്തുക്കളുടെ ഡീലർമാർ മുതൽ കൂലിത്തല്ലുകാരായിട്ടും കൊട്ടേഷൻ സംഘ പ്രവർത്തകരായിട്ടും മനുഷ്യക്കടത്തുകാരായിട്ടും ലഹരി വസ്തുക്കൾ വിൽക്കുന്നവരായിട്ടുമൊക്കെ കേട്ടാലറയ്ക്കുന്ന പല ക്രൂരകൃത്യങ്ങൾക്ക് പിന്നിലും ഇത്തരത്തിലുള്ള അന്യസംസ്ഥാന തൊഴിലാളികളുടെ കൈകൾ ഉണ്ടാകാറുണ്ട്. പല കേസുകളിലും പോലീസ് അറസ്റ്റ് ചെയ്ത സംഭവങ്ങൾ എത്തുനോക്കുമ്പോൾ ആ ഒരു സംഭവത്തിൽ പ്രധാനമായിട്ടും ഇത്തരത്തിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയെങ്കിലും കാണാനും സാധിക്കും. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അതിൽ ഒന്നാമത്തേത് ഇപ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് കൊല്ലത്ത് നിന്ന് പുറത്തു വന്ന റിപ്പോർട്ടാണ്. അതായത് 4 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയെ കടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ഒരു നാടോടി വനിതയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കൊല്ലത്ത് നിന്നും നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയ 4 വയസ്സുകാരിയെ കണ്ടെത്തിയ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. പന്തളത്ത് നിന്നുമാണ് ഈ 4 വയസ്സുകാരിയെ നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോയത്. പിന്നീട് പോലീസ് ഇവരെ കണ്ടെത്തുകയായിരുന്നു. പത്തനാപുരം കുന്നിക്കോട് സ്വദേശിയുടെ മകളാണ് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോകലിന് വിധേയമായത്. മാനസിക വെല്ലുവിളി നേരിടുകയായിരുന്ന മാതാവുമായിട്ട് കുട്ടി കഴിഞ്ഞ ദിവസം പുറത്തു പോയിരുന്നു. ഇതേ തുടർന്ന് കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നുമാണ് കുട്ടിയെ നാടോടി സ്ത്രീ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. നാടോടി സ്ത്രീയോടൊപ്പം കുട്ടിയെ കണ്ടതിനെ തുടർന്ന് സംശയങ്ങൾ തോന്നിയിട്ടുള്ള KSRTC ജീവനക്കാരൻ വിവരം പോലീസിനെ അറിയിക്കുകയായിരുന്നു ചെയ്തത്. KSRTC ജീവനക്കാരുടെ സമയോചിതമായിട്ടുള്ള ഇടപെടലിന്റെ ഭാഗമായിട്ട് തന്നെ കുട്ടിയെ തിരികെ ലഭിച്ചു എന്നുള്ളത് ആശ്വാസം തന്നെയാണ്. കുട്ടിയെ പോലീസ് വീട്ടുകാർക്ക് കൈമാറിയിട്ടുണ്ട്. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ള കോയമ്പത്തൂർ സ്വദേശിനിയായ ദേവിയെ കൊല്ലം ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്ന് തൃശ്ശൂരിലേക്ക് പോകുന്ന ചെങ്ങന്നൂർ ഡിപ്പോയിൽ സൂപ്പർ ഫാസ്റ്റിലായിരുന്നു ചൊവ്വാഴ്ച ഉച്ചയോടെ ഈ നാടകീയമായിട്ടുള്ളൊരു സംഭവം നടന്നത്. ആ കുഞ്ഞിനെ സുരക്ഷിതമായി തിരികെ എത്തിക്കാൻ കഴിഞ്ഞ ആശ്വാസത്തിലാണ് KSRTCയിലെ കണ്ടക്ടർ അനീഷും പന്തളം പോലീസും. അനീഷിന്റെ കൃത്യമായിട്ടുള്ള ഇടപെടലിൽ തന്നെയാണ് ഈ കുഞ്ഞിന്ന് ജീവനോടെ നിൽക്കുന്നത്. അല്ലെങ്കിൽ യാതൊരു പ്രശ്നങ്ങളുമില്ലാതെ അപകടമൊന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടത് എന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. അടൂരിൽ നിന്നാണ് കുട്ടിയെയും കൊണ്ട് നാടോടി സ്ത്രീ KSRTC ബസ്സിൽ കയറുന്നത്. ബസ്സിൽ കയറിയതോടെ കുഞ്ഞ് ഓടിച്ചെന്ന് ഈ കണ്ടക്ടറുടെ കൈ പിടിക്കുകയുണ്ടായി. കണ്ടക്ടറുടെ സീറ്റിനരികിൽ നിന്ന് കുട്ടി ഉണ്ടായിരുന്നില്ല. കുട്ടി സംസാരിക്കുന്നത് മലയാളത്തിലും കുട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ തമിഴിലും സംസാരിക്കുന്നു എന്നതാണ് അനീഷിനെ ഇതൊരു സംശയത്തിന്റെ നിലയിലേക്ക് എത്തിച്ചത്. ടിക്കറ്റ് എടുക്കാൻ വേണ്ടി തട്ടിക്കൊണ്ടുപോയ സ്ത്രീയോട് പറഞ്ഞപ്പോൾ തൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നുള്ളൊരു നടപടി, പണമില്ല എന്നുള്ള ഒരു രീതിയിൽ പ്രതികരണം ഉണ്ടായി. ഇതോടുകൂടെയാണ് അനീഷിന് ഇതൊരു തട്ടിക്കൊണ്ടുപോകലാണ് എന്ന് ബോധ്യപ്പെടുന്നത്. പിന്നീട് വേഗം തന്നെ പന്തളം സ്റ്റേഷനിലേക്ക് ബസ് എത്തിക്കുകയും 2 പേരെയും പോലീസിൽ ഏൽപ്പിക്കുകയുമായിരുന്നു. കൊല്ലം കുന്നിക്കോട് സ്വദേശിയുടെ കുട്ടി എന്ന് പോലീസ് പിന്നീട് തിരിച്ചറിഞ്ഞു. അതേപോലെ അങ്ങനെയാണ് ആ ഒരു അന്യസംസ്ഥാന ആളുടെ കയ്യിൽ നിന്ന് ആ ഒരു കുഞ്ഞിനെ രക്ഷപ്പെടുത്തുന്നത്. ഇതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്നൊരു റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. അതിലും ഈ പറയുന്നത് പോലെ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ പ്രധാനപ്പെട്ട ഒരു ക്രൂരത തന്നെയാണ് കാണാൻ സാധിച്ചത്. അതായത് കോട്ടയം തിരുവാതുക്കലിൽ ഒരു വ്യവസായിയും ഭാര്യയും ആക്രമണത്തിന് വിധേയമായി മരണപ്പെട്ട വാർത്തയാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതായത് വിജയകുമാറും ഭാര്യ മീരയും. ഇവരെ 2 പേരെയും കൊലപ്പെടുത്തിയതിന് കാരണം അന്യസംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള ഇവരുടെ ഒരു ജോലിക്കാരനാണ് എന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മുൻ വൈരാഗ്യമാണ് ഇവരെ ഇത്തരത്തിൽ ക്രൂരമായി കൊല്ലാൻ കാരണമായത് എന്നാണ് പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. കേസിൽ പ്രധാന പ്രതിയായി അറസ്റ്റിലായിരിക്കുന്നത് അസം സ്വദേശിയായിട്ടുള്ള അമിത് എന്ന് പറയുന്ന വ്യക്തിയാണ്. അമിത്തിന്റെ സഹോദരന്റെ പങ്കും പോലീസ് അന്വേഷിച്ചു വരികയാണ്. കൊലപാതകത്തിൽ പ്രതി അമിത്തിന് മാത്രമാണ് നേരിട്ട് പങ്കുള്ളത് എന്ന് പോലീസിന് വ്യക്തമായിട്ടുണ്ട്. എങ്കിൽ പോലും പ്രതി മാളയിലേക്ക് പോയത് സഹോദരൻ അവിടെ ഉള്ളതുകൊണ്ടാണ്. പ്രതിക്ക് പുറമെ മറ്റ് 3 പേരെയും പോലീസ് കൂടുതൽ കരുതൽ തടങ്കലിലേക്കൊക്കെ എത്തിച്ചിരിക്കുകയാണ്. പ്രതിയുടെ സഹോദരനും മറ്റ് 2 സ്ത്രീകളുമാണ് ഇക്കൂട്ടത്തിൽ പെടുന്നതെന്നാണ് വിവരം. നേരത്തെ കേസിൽ പ്രതിയെ ജാമ്യത്തിൽ ഇറക്കിയത് ഈ ഒരു കരുതൽ തടങ്കലിൽ വെച്ചിരിക്കുന്ന ഒരു സ്ത്രീയാണ്. പണം വാങ്ങി ജാമ്യത്തിൽ ഇറക്കുന്നവരാണ് ഈ സ്ത്രീ എന്ന
പോലീസ് വ്യക്തമാക്കുന്നു. കൃത്യമായി ആസൂത്രിതം നടപ്പാക്കിയ ശേഷമാണ് കോട്ടയത്ത് അത്തരത്തിലൊരു കൊലപാതകം നടത്തിയതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കൊലപാതകം നടത്താൻ അമിത് ദിവസങ്ങൾ പ്രതി ആസൂത്രണം നടത്തി എന്നൊക്കെയാണ് പറയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ നഗരത്തിലെ ഒരു ലോഡ്ജിലാണ് ഈ അമിത് താമസിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനിടയിലാണ് പലതവണ വിജയകുമാറിന്റെ വീടിന്റെ പരിസരത്ത് കാര്യങ്ങൾ നിരീക്ഷിക്കാൻ ഇയാൾ വരുന്നത്. തിങ്കളാഴ്ച രാവിലെ ലോഡ്ജിൽ നിന്ന് റൂം വെക്കേറ്റ് ചെയ്യുന്നു. വൈകിട്ട് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലെത്തി പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്ത് അകത്തു കയറി രാത്രിയോടെ കൊലപാതകം നടത്താൻ വേണ്ടി എത്തുന്നു. ലോഡ്ജിൽ നിന്ന് അമിത് പുറത്തേക്ക് വരുന്നതും റെയിൽവേ സ്റ്റേഷനിൽ പോകുന്നതിന്റെ ഒക്കെ CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതേസമയം വിജയകുമാറിന്റെ മകന്റെ മരണവുമായിട്ട് പ്രതിക്ക് പങ്കില്ല എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. അറസ്റ്റിലായിട്ടുള്ള പ്രതിയിൽ നിന്ന് CBI സംഘവും വിവരങ്ങളൊക്കെ ശേഖരിച്ചിട്ടുണ്ട്. പ്രതി അമിതിനെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി വിജയകുമാറിന്റെ മകൾ ഗൗതമിന്റെ മരണം അന്വേഷിക്കുന്ന CBI സംഘം കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് അവിടെ ഒരു അന്യസംസ്ഥാന തൊഴിലാളി അല്ലെങ്കിൽ ഒരു അന്യസംസ്ഥാന മനുഷ്യനുണ്ടായിരുന്നു എന്ന് തന്നെയാണ്. കേരളത്തിൽ എത്രമാത്രം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇത്തരത്തിൽ വന്നു ചേരുന്നത്, ഇവരൊക്കെ എന്താണ് ചെയ്യുന്നത്, എവിടെയാണ് നിൽക്കുന്നത് എന്നതിനെ കുറിച്ചൊരു ധാരണ നമ്മുടെ സംസ്ഥാന സർക്കാരിന് പോലും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഇതുപോലെ മറ്റൊരു വലിയൊരു പ്രശ്നം ഉണ്ടായപ്പോൾ അന്ന് കേരളത്തിലെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ചുള്ള റിപ്പോർട്ട് അല്ലെങ്കിൽ കണക്ക് സർക്കാരിന്റെ കയ്യിൽ ഉണ്ടോ എന്നൊരു ചോദ്യം ഉന്നയിക്കപ്പെട്ടിരുന്നു. അന്നാണ് യഥാർത്ഥത്തിൽ ആ ഒരു സത്യം സർക്കാർ പോലും മനസ്സിലാക്കുന്നത്. കേരളത്തിൽ എത്തിപ്പെടുന്ന അന്യസംസ്ഥാന തൊഴിലാളികളെ കുറിച്ച് യാതൊരു വിവരവും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ കയ്യിലില്ല എന്നുള്ളത്. പല അന്യസംസ്ഥാന തൊഴിലാളികളും തിരിച്ചറിയൽ രേഖ പോലും ഇല്ലാതെയാണ് കേരളത്തിലേക്ക് വന്നെത്തുന്നത്. ചിലരൊക്കെ ഒരാളുടെ അല്ലെങ്കിൽ ഒരു ഫേക്ക് ID വെച്ച് പല പേരിലൊക്കെയാണ് ഇവിടെ വന്നു കൂടുന്നത്. ചിലർക്ക് ഇത്തരത്തിലുള്ള ID പോലുമില്ല. അതേസമയം മരണപ്പെട്ട ഒരാളുടെ തിരിച്ചറിയൽ രേഖ വെച്ച് ഒന്നിൽ കൂടുതൽ ആളുകളും ഇത്തരത്തിൽ കേരളത്തിലൊക്കെ വന്നുപെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഇവരൊക്കെ ഒരു കൃത്യം നിർവഹിച്ചു കഴിഞ്ഞാൽ ആരാണ് എന്ന് തിരിച്ചറിയാനുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നത്. കാരണം ഒരാളൊരു കൃത്യം നിർവഹിക്കുകയാണെങ്കിൽ അയാളെ തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ അയാളുടെ വിവരങ്ങൾ ശേഖരിച്ചു പോകുമ്പോൾ ആ കിട്ടുന്ന അഡ്രസ്സും പേരും ഒക്കെ തിരഞ്ഞു പോകുമ്പോൾ ഒരുപക്ഷെ ഇന്ന് ലോകത്ത് പോലും ഇല്ലാത്ത ചില ആളുകളുടെ വീട്ടിലൊക്കെ ആയിരിക്കും എത്തിച്ചേരുക. അതായത് അന്യസംസ്ഥാന തൊഴിലാളികൾ മരണപ്പെട്ടവരുടെ അടക്കം അഡ്രസ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ പലയിടത്തും തമ്പടിക്കുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ ലഹരി മാഫിയ മുതൽ കൊലപാതകം വരെയുള്ള കാര്യങ്ങളിലൊക്കെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ വളർന്നു വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇവിടെ നിന്ന് സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ പറ്റുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ, ഇവരുടെ വിവരങ്ങൾ കൃത്യമായിട്ട് രേഖപ്പെടുത്തുക എന്നുള്ളതാണ്. ഇതിനു മുമ്പ് തന്നെ ഇങ്ങനെയുള്ള വലിയ പ്രശ്നങ്ങളും ചോദ്യങ്ങളും ഒക്കെ ഉന്നയിക്കപ്പെട്ടപ്പോൾ ഓരോ അന്യസംസ്ഥാന തൊഴിലാളിയുടെയും പേരും ഡീറ്റെയിൽസും അടങ്ങുന്ന കൃത്യമായിട്ടുള്ള ഒരു തൊഴിൽ കാർഡ് ഓരോ അന്യസംസ്ഥാന തൊഴിലാളിയുടെ പേരിലും വേണം എന്നുള്ളൊരു നിയമമൊക്കെ കൊണ്ടുവന്നിരുന്നു. പക്ഷേ അത് എത്രത്തോളം ഇവിടെ പ്രാവർത്തികമാകുന്നുണ്ട് എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതിനൊരു കൃത്യമായിട്ടുള്ള ഉത്തരം സർക്കാരിന് തരാൻ കഴിയുന്ന കാലത്ത് തന്നെ ഇവിടെയുള്ള ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ വലിയൊരു കുറവ് സംഭവിക്കും എന്നുള്ളതാണ്. എന്തായാലും കേരളത്തിൽ ഇത്തരത്തിൽ പല ഭാഗത്തു നിന്ന് വന്നെത്തുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൻ്റെ അന്തരീക്ഷം ഒന്നടങ്കം നശിപ്പിക്കുന്നുണ്ട്. വലിയ വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള ആളുകൾ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവവും അതുപോലെ തന്നെ ഈ ക്രൂര കൃത്യങ്ങളുമൊക്കെ. വൈരാഗ്യത്തിൻ്റെ പേരിലൊക്കെയാണ് ഈ കോട്ടയത്ത് നടന്നിരിക്കുന്ന ഒരു കൊലപാതകം എന്ന് പറയുന്നു. പക്ഷേ ആ ഒരു സംഭവത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വന്ന റിപ്പോർട്ടും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ എന്ന് പറയുന്നത് വർഷങ്ങളോളം ഈ വ്യവസായിയുടെ വീട്ടിൽ ജോലി ചെയ്തവരാണ്. അത്രമാത്രം ഉറപ്പുണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്ത എല്ലാവരും തന്നെ അന്യസംസ്ഥാന തൊഴിലാളികളായിരുന്നു എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. അതായത് ഓരോ മലയാളികൾക്കും സ്വന്തം നാട്ടിലുള്ള അല്ലെങ്കിൽ അറിയാൻ പറ്റുന്ന കൃത്യമായിട്ട് ഊരും പേരും അറിയുന്ന ആളുകളെ തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഒന്നും അറിയാത്ത ജോലിക്ക് വേണ്ടി മറ്റ് നാടുകളിൽ നിന്ന് വരുന്ന ആളുകളെ നിയമിക്കാനാണ് ഇഷ്ടമെന്നുള്ളതാണ്. മലയാളിയുടെ ആ ഒരു പ്രവണത തന്നെയാണ് ഈ ഒരു ആക്രമണ സാഹചര്യങ്ങളൊക്കെ വർദ്ധിപ്പിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ്. എന്തായാലും ഇതിലൊരു നടപടി അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുകൂടെ ഉണ്ടായാൽ മാത്രമേ കേരളത്തിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ഒരു മാറ്റം വരൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം.